കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവവചനം ധ്യാനിക്കുവാൻ വീണ്ടും ലഭിച്ചിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. നല്ല ആത്മീക ഗാനങ്ങളും ആത്മാവിലുള്ള ആരാധനയും ദൈവസന്നിധിയിൽ അർപ്പിപ്പാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ നിന്നും ആത്മീക വളർച്ച എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ലേഖനത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഒടുവിലത്തെ അധ്യായം ലീഡേഴ്സിന് വേണ്ടിയുള്ളതാണ്, പാസ്റ്റേഴ്സിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ എല്ലാവർക്കും വേണ്ടി ലഭിച്ചിരിക്കുന്ന ദൈവവചനത്തിനകത്ത് പാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള കാര്യവും കൂടെ പരിശുദ്ധാത്മാവ് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ ഉപദേശ വിഷയങ്ങളും ചരിത്രങ്ങളും സാധാരണക്കാരനെ സ്പർശിക്കുന്ന ആത്മീയ അനുഭവങ്ങളും എല്ലാം എഴുതിയിട്ടുള്ള കൂട്ടത്തിൽ പാസ്റ്റേഴ്സിന് വേണ്ടി 3 ബുക്ക് തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ദൈവദാസന്മാരോട് പറയാനുള്ള കാര്യം ദൈവജനങ്ങളും കൂടെ കേട്ടോട്ടെ, അറിഞ്ഞോട്ടെ എന്നാണ് പരിശുദ്ധാത്മാവിന്റെ പ്ലാൻ. എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്നും രഹസ്യങ്ങളില്ല. എല്ലാവർക്കും എല്ലാം അറിയാം. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ഒരു തുടക്കം നമ്മൾ കണ്ടതാണ്. 5:1 നിങ്ങളിലുള്ള മൂപ്പന്മാരെ. മൂപ്പൻ എന്ന വാക്കിന് എൽഡർ എന്നുപയോഗിച്ചിരിക്കുന്നു. ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. ഇദ്ദേഹം യേശു കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ സാക്ഷിയാണ്. കർത്താവിനെ വിസ്തരിക്കുന്ന സമയത്ത് അതിന്റെ തൊട്ട് സമീപത്ത് പോയി നിന്നതും അകത്തോട്ട് കയറാൻ പറ്റാതെ വന്നതും യോഹന്നാന് ചില പ്രത്യേക സ്വാധീനം ഉള്ളതുകൊണ്ട് പുള്ളിക്കാരനകത്തോട്ട് പോവുകയും പത്രോസ് അതിന്റെ തൊട്ടിപ്പുറ നിൽക്കുകയും അതികഠിനമായ തണുപ്പ് നിമിത്തം തീ കായുന്നവരുടെ അടുത്തേക്ക് മാറി നിൽക്കുകയും അവിടെ വെച്ച് കർത്താവിനെ അറിയില്ല എന്ന് പറയേണ്ടി വരികയൊക്കെ ചെയ്ത ആ സംഭവങ്ങളൊന്നും അദ്ദേഹം മറന്നിട്ടില്ല. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് ഞാൻ സാക്ഷിയാണ്. മാത്രമല്ല, ക്രിസ്തുവിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിന് ഞാൻ കൂട്ടാളിയുമാണ്. ഒരു മിനിസ്റ്ററുടെ ധൈര്യം, ഒരു ശുശ്രൂഷകന്റെ അഭിമാനം, ഒരു ശുശ്രൂഷകന്റെ പ്രത്യാശ, ഒരു ശുശ്രൂഷകന്റെ ഐഡന്റിറ്റി, ഇതെല്ലാം ഈ വാക്യത്തിൽ ഉണ്ട്. അതിൽ ഒന്ന് ചെറുതോ ഒന്ന് വലുതോ അല്ല, എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, അദ്ദേഹത്തിന് ശുശ്രൂഷകന്മാരുമായിട്ടുള്ള ബന്ധം. അവിടെ അദ്ദേഹം പറയുന്നത്, ഞാൻ നിങ്ങളുടെ സഹശുശ്രൂഷകനാണ്, കൂട്ട് മൂപ്പനാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, എനിക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് കർത്താവിന്റെ കഷ്ടാനുഭവത്തിന് ഞാൻ സാക്ഷിയാണ്. ഇത് പറയുമ്പോൾ തൻ്റെ മനസ്സിൽ വരുന്നത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുഃഖകരമായ അനുഭവമാണ്. കർത്താവിനെ തള്ളി പറയേണ്ടി വന്ന ആ നിമിഷങ്ങളാണ് തൻ്റെ മനസ്സിൽ ഓളം വെട്ടുന്നത്. അപ്പൊ അതും താന് മറച്ചു വെക്കുന്നില്ല. അതും ഉള്ളതുപോലെ ഓർത്തുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. കഷ്ടാനുഭവത്തിന് ഞാൻ സാക്ഷിയാണ്. 3, വെളിപ്പെടുവാനുള്ള തേജസ്സിൽ ഞാൻ പങ്കാളിയാണ്. ഇതാണ് ഒരു ശുശ്രൂഷകന്റെ ധൈര്യം. ഇതാണ് ഒരു ശുശ്രൂഷകന്റെ തിരിച്ചറിയൽ രേഖ. അദ്ദേഹത്തിന് യേശുക്രിസ്തുവുമായുള്ള ബന്ധവും
അദ്ദേഹത്തിന് തേജസ്സുമായുള്ള ബന്ധവും അദ്ദേഹത്തിന് ശുശ്രൂഷകന്മാരുമായുള്ള ബന്ധവും താൻ രേഖപ്പെടുത്തി. ഇവിടെ ഒരു അപ്രമാദിത്വമോ ഉന്നത അധികാരമോ ഹൈക്കമാൻഡോ ഒന്നും ഇല്ല. ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ്. അതെല്ലാം ഈ വാക്കുകൾക്കകത്ത് വ്യക്തമാണ്. ഞാൻ നിങ്ങളുടെ കൂട്ടുമൂപ്പനാണ്. എന്നാൽ ഹൈക്കമാൻഡ് വരുന്നുണ്ട്, അത് ഇടയ ശ്രേഷ്ഠനാണ്. അപ്പോ ക്രിസ്തീയ സഭ മതമായപ്പോൾ, ഒന്നുകൂടെ പറയാം, ക്രിസ്തീയ സഭ മതമായപ്പോൾ ഒരുപാട് പദവികൾ അധ്യക്ഷന്മാർക്ക് ലഭിച്ചു. അപ്പോൾ അത് പിന്നെ പരമാധ്യക്ഷനായി ഒരുപാട് പേരുകൾ വന്നു. അത് പൊതുവിൽ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു അപമാനമായെങ്കിലോ കൊണ്ട് പറയുന്നില്ല. ഒരുപാട് സ്ഥാനപ്പേരുകളും അലങ്കാര പദങ്ങളും ദൈവത്തിന് മാത്രം ഉപയോഗിക്കാവുന്ന പേരുകളും ക്രിസ്തീയ സഭയുടെ ലീഡേഴ്സ് അടിച്ചു മാറ്റി. എന്നാൽ ഇതൊന്നും ബൈബിളിലില്ല. പത്രോസിന് ആകെയുള്ള പദവി എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൂട്ടുവേലക്കാരനാണ്, ഞാനൊരു കൂട്ടുമൂപ്പനാണ്. അതിനേക്കാൾ മുകളിൽ അന്നൊരാളില്ലെന്നും കൂടെ നമ്മൾ ഓർക്കണം. അന്നത്തെ ലീഡേഴ്സിന്റെ കൂട്ടത്തിൽ ഇദ്ദേഹമാണ് ടോപ്പെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ നിങ്ങളുടെ സഹശുശ്രൂഷകനാണ്. പിന്നീട് വന്ന ലീഡർമാരുടെ കൂട്ടത്തിൽ പൗലോസാണ് ശ്രദ്ധിക്കപ്പെട്ടത്. കൂടുതൽ ലേഖനങ്ങൾ എഴുതുകയും കൂടുതൽ സഭകൾ സ്ഥാപിക്കപ്പെടുകയൊക്കെ ചെയ്ത ശക്തനായ ആ ദൈവദാസൻ പറയുന്നത് ഏറ്റവും ചെറിയവൻ എന്നാണ്. അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ, നിങ്ങളുടെ ദാസൻ എന്നൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നു. പൗരോഹിത്യ മതം പഠിപ്പിക്കുന്ന സ്ഥാനങ്ങളോ അധികാരങ്ങളോ ആ നിലയിലുള്ള പദവികളോ ആദിമസഭ സ്വപ്നം കണ്ടിരുന്നില്ല, അവരങ്ങനെ പഠിപ്പിച്ചിരുന്നില്ല എന്നും കൂടെ ഈ വാക്യങ്ങളിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാം. ഞാൻ നിങ്ങളുടെ ഒരു കൂട്ടുമൂപ്പനാണ്, ഞാൻ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ സാക്ഷിയാണ്. പൗലോസ് ലീഗ എഴുതുമ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളിയാകുവാൻ ഞാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞു. അതെന്തായിരിക്കും? പൗലോസ് എഴുതുന്നത് ഫിലിപ്പിയർ 3 എനിക്ക് അവന്റെ കഷ്ടാനുഭവങ്ങളെ കൂട്ടായി അനുഭവിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. താൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ കാരണം, മറ്റപ്പോസ്തലന്മാരെ പോലെ കർത്താവ് പീഡിപ്പിക്കപ്പെടുന്നത് നേരിട്ട് കാണാനോ അനുഭവിക്കാനോ ഇദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം കിട്ടണമെന്ന് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടം അതും ഒരു അഭിമാനമായിട്ടാണ് അവർ പറഞ്ഞത്. അപ്പൊ കഷ്ടത ഒരു അപമാനമായിട്ടല്ല, ഒരു അഭിമാനമായിട്ടാണ് അന്നത്തെ ലീഡേഴ്സ് കരുതിയിരുന്നത്. ഇന്ന് ചിലരറിയാതെയാണെങ്കിലും ചോദിക്കും, ശുശ്രൂഷ വന്ന ശേഷം എത്ര രാജ്യങ്ങളിൽ പോയി, ശുശ്രൂഷയിൽ വന്ന ശേഷം എത്ര വണ്ടി മേടിച്ചു, ഇങ്ങനെയൊക്കെ ചിലരറിയാതെ പറയുന്നുണ്ട് അവിടെ എവിടെയൊക്കെ. അന്ന് 2 ശുശ്രൂഷന്മാർ തമ്മിൽ കാണുമ്പോൾ ചോദിക്കുന്നത്, ശുശ്രൂഷ വന്ന ശേഷം എത്ര അടി കിട്ടി, എത്ര മുറിവുകൾ ഉണങ്ങാത്തതുണ്ട്. അതാണ് അന്നത്തെ സ്റ്റാർ. അവർക്കായിരുന്നു അന്ന് വില, അതായിരുന്നു അന്നത്തെ സ്റ്റാൻഡേർഡ്. ഇന്ന് ഒരു ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. അത് അറിവില്ലായ്മയുടെ ഭാഗമാണ്. അപ്പൊ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടാളി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അന്നത്തെ ഒരു 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 അഭിമാനമായിരുന്നു, അതൊരു ഗമയാണ്, അതൊരു മോശം കാര്യമല്ലായിരുന്നു എന്ന് പറയാനാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ചത്. അപ്പോൾ തന്നെ വരാൻ പോണ തേജസ്സിനെ കുറിച്ച് അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഈ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ തേജസ്സിനെ കുറിച്ചുള്ള നല്ല ഉറപ്പ് ഉണ്ടായിരിക്കണം. അഥവാ വരുവാനുള്ള ലോകത്തിലാണ് ക്രിസ്തീയ ശുശ്രൂഷയുടെ പ്രതിഫലം, ക്രിസ്തീയ ശുശ്രൂഷയുടെ അംഗീകാരം, ക്രിസ്തീയ ശുശ്രൂഷയുടെ ആദരവ്, ബഹുമാനം, റിവാർഡ് എല്ലാം അങ്ങേ ലോകത്തിലാണ്. ഇവിടെ വല്ല ബഹുമാനവും കിട്ടുന്നുണ്ടെങ്കിൽ
അത് അലവൻസായിട്ട് കൂട്ടിയാൽ മതി. ഇവിടെ വെച്ചല്ല നാം അംഗീകരിക്കപ്പെടാൻ പോകുന്നത്. അതിനെക്കുറിച്ച് മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നത്, ലോകം അവർക്ക് യോഗ്യം ആയിരുന്നില്ല. ഇവിടെ വെച്ചുള്ള ബഹുമാനം നാം പ്രതീക്ഷിച്ചാൽ നാം നിരാശപ്പെടേണ്ടി വരും. ആകയാൽ വരുവാനുള്ള തേജസ്സായിരുന്നു അവരെ ഈ ശുശ്രൂഷയിൽ പിടിച്ചു നിർത്തിയത്. പോളിന്റെ ഭാഷയിൽ ഇങ്ങനെയാണ്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. നമുക്ക് മുമ്പോട്ട് പോകാം. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുകയും. കഴിഞ്ഞ ദിവസം ഈ ഭാഗം വായിച്ചതാണ്. ഇന്ന് ഇതിൽ നിന്ന് പൊതുവായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ആദ്യമേ 2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ശുശ്രൂഷകന്മാരുടെ നിയമനം. 3 വചനങ്ങൾ അതിന് നമുക്ക് പ്രധാനമായിട്ട് എടുക്കാനുണ്ട്. നിയമനം സംബന്ധിച്ച് 3 വചനങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. 1 കൊരിന്ത്യർ 12:28. 1 കൊരിന്ത്യർ 12:28. ദൈവം സഭയിൽ അപ്പോസ്തലന്മാർ, ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ. മതി. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം പറയുന്നുണ്ട്, അവിടേക്ക് നമുക്ക് പിന്നെ വരാം. എന്നിട്ട് എൻ്റെ ലാസ്റ്റ് വാചകം ഇങ്ങനെ ഓരോരുത്തരെ നിയമിച്ചു. അപ്പൊ ദൈവിക നിയമനമാണ് ഇതിന്റെ പുറകിൽ. അപ്പോയിന്റ്മെന്റ് ഓർഡർ ദൈവത്തിൻ്റെതാണ്. രണ്ടാമത് ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രയോഗം എഫേസ്യർ 4:11. എഫേസ്യർ 4:11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. നിയമനം. കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞത് പിതാവായ ദൈവത്തെ കുറിച്ചാണെങ്കിൽ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് കർത്താവായ യേശുവിനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ നിയമനത്തിൽ യേശു ക്രിസ്തുവിന്റെ പങ്ക്. മൂന്നാമതായിട്ട് ഈ വിഷയത്തിൽ നിയമനത്തെക്കുറിച്ച് നമുക്ക് എടുക്കാവുന്ന സുപ്രധാനമായ വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 20:28. ഇത് കോമൺ ആണ്, എല്ലായിടത്തും നിങ്ങൾ കേൾക്കുന്ന വാക്യമായിരിക്കും. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടൻ മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ആക്കി വെച്ചത്. പിതാവിനാൽ, പുത്രനാൽ, പരിശുദ്ധാത്മാവിനാൽ അഥവാ ത്രിത്വത്താൽ നിയമിക്കപ്പെട്ടവരാണ് ക്രിസ്തീയ ശുശ്രൂഷകർ. വ്യക്തമാണ്. ഈ നിയമനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവും ഉൾക്കാഴ്ചയും ശുശ്രൂഷകന് ആവേശം പകരും, ധൈര്യം പകരും. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. പത്രോസ് സംസാരിക്കുന്നത് ഇടയന്മാരോടാണ്, സഭാ ശുശ്രൂഷകന്മാരോടാണ്. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മൂപ്പനെന്നാണ്. അപ്പൊ തന്നെ ഇടയന്റെ ജോലിയാണ് ചെയ്യുന്നത്. 1 പത്രോസ് 5:1 മുതൽ വായിക്കുമ്പോൾ മൂപ്പന്മാരോടാണ് സംസാരിക്കുന്നത്. പക്ഷെ ആടിനെ മേയ്ക്കണം എന്നാണ് പറയുന്നത്. പേര് മൂപ്പൻ, ജോലി ഇടയൻ. അപ്പോസ്തല പ്രവർത്തികൾ 20:28 നമ്മളിപ്പോൾ വായിച്ചതാണ്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച.
രണ്ട് വാക്കിവിടെ വന്നു. ഒന്ന് അധ്യക്ഷൻ, മറ്റൊന്ന് മേയിക്കുന്നവൻ അഥവാ ഇടയൻ. മൂന്നാമതൊരു വാക്ക് 17-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അപ്പൊ ഈ 3 വാക്കും ഒരു ഉദ്യോഗത്തിന്റെ പേരാണ്. മൂപ്പനും അധ്യക്ഷനും ഇടയനും ഒരാൾ തന്നെയാണ്. എൽഡർ എന്നും പ്രസ്ബിറ്റർ എന്നും ബിഷപ്പ് എന്നും ഓവർസിയർ എന്നും ഒക്കെ ഉപയോഗിച്ചെന്നോർത്ത് വലിയ അപകടമൊന്നും ഇല്ല. ഇതിന്റെ വിവിധ ഭാഷകളിൽ അങ്ങനെയൊക്കെ മാറി മാറി ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ പൊതുവെ പാസ്റ്റർ എന്നൊരു പേരാണ് വിളിക്കുന്നത്. അതൊക്കെ ഓരോ ശൈലികൾ അങ്ങ് വരുന്നതാണ്. ആ പാസ്റ്റർ എന്നുള്ളത് തന്നെ മലയാളത്തിൽ വിളിച്ചാൽ കേൾക്കുന്നവർക്ക് അത്ര ഒരു സന്തോഷം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കാനും മടിക്കും. ഇടയാ സുഖമാണോ എന്ന് ചോദിക്കത്തില്ല. പാസ്റ്ററെ സൗഖ്യമായിരിക്കുന്നില്ലല്ലേ. ഇപ്പൊ തന്നെ ബഹുമാനം മാറുക. അപ്പൊ ഇതെല്ലാം ഓരോ ശൈലി എന്നുള്ളതേ ഉള്ളൂ. അതിന് അത്ര വലിയ പ്രസക്തിയൊന്നും ഇല്ല. അതുപോലെ മോപ്പ എന്നൊന്നും നമ്മൾ ആരെയും അങ്ങനെ കയറി വിളിക്കാറില്ല. അപ്പൊ പൊതുവെ നമ്മുടെ ഇവിടെ അംഗീകരിക്കപ്പെട്ട ഒരു വാക്കായിട്ട് പാസ്റ്റർ അങ്ങ് വന്നിരിക്കുകയാണ്. അവിടെയും നമ്മൾ കൂടുതൽ സമയം നിൽക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ പൊതുവായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ കണ്ട ശേഷം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഒരു പാസ്റ്ററുടെ 16 യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. 16 യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ പക്ഷം 16, അതിൽ കൂടുതലുണ്ട്. അതിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 വ്യക്തിപരം, 2 കുടുംബപരം, 3 സാമൂഹ്യം. നമ്മൾ അവിടേക്ക് വരുമ്പോൾ അത് ഓരോന്നോരോന്ന് കാണാം. ഈ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഇപ്പം വിശദമായിട്ട് പഠിക്കുന്നില്ല, കാരണം ഇത് പാസ്റ്റേഴ്സ് മീറ്റിംഗ് അല്ല. എങ്കിലും അല്പകാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ അത് വരും. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അതിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു മുഖവുര. ഞാൻ ഈ 16 കാര്യം ഒന്നുകൂടെ ധ്യാനിച്ചു. തീമോത്തിയോസും തീത്തോസും പത്രോസും പറഞ്ഞിരിക്കുന്ന പാസ്റ്ററൽ ക്വാളിഫിക്കേഷൻ, ഒരു പാസ്റ്ററുടെ യോഗ്യതകൾ വീണ്ടും വീണ്ടും നോക്കിയപ്പോൾ ഈ ഒരു ഭയങ്കര സന്തോഷം പുതുതായിട്ടുണ്ടായത് ഇതാണ്. സഭ ദൈവത്തിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിൽ ഇത്ര ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യർ കാണുമോ? നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പാസ്റ്ററെ കുറിച്ച് ചിന്തിക്കരുത്. ദൈവം വിഭാവന ചെയ്യുന്ന ഒരു പാസ്റ്ററുടെ ക്വാളിറ്റി ബൈബിളിലുണ്ട്. അതുള്ള പാസ്റ്റർ ഉണ്ടോ ഇപ്പം എന്ന് ചോദിക്കരുത്, അത് പിന്നെ ചോദിക്കാം. ദൈവത്തിന്റെ മനസ്സിലെ പാസ്റ്റർ എത്ര ഉയർന്ന സ്റ്റാൻഡേർഡാണ്. അതെന്തിനെ കാണിക്കുന്നു? അവരാൽ നയിക്കപ്പെടുന്ന സഭ, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ചർച്ച് ദൈവത്തിന് എത്രയോ പ്രധാനമാണ്. ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവനും ലോകം കാണുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകാത്ത രാജ്യങ്ങൾ വളരെ കുറവാണ്. എല്ലാ ലീഡേഴ്സിന്റെയും കൂടെ അദ്ദേഹം നിൽക്കുക. ഈ ജനങ്ങളെ, ഭാരതത്തെ മുഴുവനാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പാസ്റ്റർ ചർച്ചിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പാസ്റ്റർ സ്വർഗത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്വർഗം കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടിയല്ലേ? അപ്പൊ ഒരു പാസ്റ്ററുടെ ക്വാളിറ്റി ഇത്രേ ഹൈ ആക്കി വെച്ചിരിക്കുന്ന എന്നാ ചോദിച്ചാൽ, ദൈവത്തിന്റെ മനസ്സിലെ സഭ അത്ര സുന്ദരമാണ്, അത്ര മനോഹരവും അത്ര വിശുദ്ധവുമാണ്. സഭ അത്ര പ്രധാനപ്പെട്ടതാണ്. ഈ സഭയെക്കുറിച്ചുള്ള ദർശനം പൗലോസിനാണ് ശരിക്കും ലഭിച്ചത്. എഫേസ്യ ലേഖനം പൗലോസിന്റെ അതിപ്രധാനപ്പെട്ട എഴുത്താണ്, രേഖയാണ്. അതിനകത്ത് ചർച്ചിനെ കുറിച്ച് വളരെ ശക്തമായിട്ട് അദ്ദേഹം സംസാരിക്കുക. എന്താ അതിന്റെ കാരണം?
തനിക്ക് ആ വെളിപ്പാട് കിട്ടുന്നതിന് ഒരു ഒരു ദിവ്യ ഇടപെടൽ മാത്രമല്ല, ഒരു മാനുഷിക ഇടപെടലും കൂടി ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചർച്ചിനെ കുറിച്ചുള്ള ആ വലിയ വെളിപ്പാട് പൗലോസിന് കിട്ടിയത് ഒരു ഡിവൈൻ ടച്ച് മാത്രമല്ലെന്ന്. അതായത് ഈ സഭയിലെ പാവപ്പെട്ട ചില സ്ത്രീകളെ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കുറച്ച് മനുഷ്യരെ ഇദ്ദേഹം ഉപദ്രവിച്ചു. ഈ ശൗല്, അതായത് പൗലോസ് ഉപദ്രവിച്ചു. അദ്ദേഹം ഉപദ്രവിച്ചത് ഒരു ലീലാമ്മയെ ആയിരിക്കും, ഒരു തോമസ് കുട്ടിയെ ആയിരിക്കും, ഒരു രാജുവിനെ ആയിരിക്കും, ഒരു തങ്കപ്പനെ ആയിരിക്കും. പക്ഷെ യേശു പറയുന്നത് നീ എന്നെ ഉപദ്രവിച്ചത്. അപ്പൊ ചർച്ച എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഈ മനുഷ്യന് മനസ്സിലായത് അപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തെ വ്യക്തികൾ ചിലപ്പോൾ പാവപ്പെട്ടവരായിരിക്കും, സൗന്ദര്യം കുറവുള്ളവരായിരിക്കും, നേരത്തെ പല പോരായ്മകളുള്ളവരായിരുന്നായിരിക്കും, ചീത്തപ്പേരൊക്കെ പണ്ട് സമ്പാദിച്ചവരായിരിക്കും. പക്ഷെ ചർച്ചിനകത്തായാൽ അവൻ കർത്താവിന്റെ ശരീരമായി. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഈ മനുഷ്യന്റെ അന്നേരമാണ് ഇത് പൊള്ളുന്ന കാര്യമെന്ന് മനസ്സിലായത്. സഭ എന്ന വിഷയത്തിൽ ഇദ്ദേഹം ഭയങ്കര ഗൗരവക്കാരനായിരുന്നു. സഭയെ കുറിച്ച് പറയുമ്പോഴും സഭയുടെ ലീഡറെ കുറിച്ച് പറയുമ്പോഴും പൗലോസിന് 4 നാവ. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ അനുഭവമായിരിക്കും. നമ്മള് അത്രയും സീരിയസ് ആയിട്ടാണോ സഭയെ കാണുന്നത്? സഭയിലെ അംഗങ്ങളെ അത്രയും സീരിയസ് ആയിട്ടാണോ കാണുന്നത്? പൗലോസിന് ചർച്ചിനകത്തെ ഓരോ അംഗവും യേശുവിന്റെ ശരീരമാണ്, യേശുവിന്റെ ശരീരമാണെന്നുള്ള ഫീലിംഗ് ആയിരുന്നു പുള്ളിക്ക്. അതുകൊണ്ട് താൻ ഈ ശുശ്രൂഷയെ ഏറ്റവും ബഹുമാനത്തോടുകൂടിയാണ് കണ്ടത്. പ്രിയരെ, നമുക്ക് നമ്മെ മനസ്സിലാക്കുവാൻ, നമ്മുടെ സ്ഥാനം, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനം മനസ്സിലാക്കുവാൻ, സഭയുടെ പദവി മനസ്സിലാക്കാൻ ഈ കാഴ്ചപ്പാട് ഉപകാരമായി ഭവിക്കട്ടെ. അതിലേക്ക് കയറുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഒരു പാസ്റ്റർ എന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഒരു പാസ്റ്റർ വേണം? 3 കാരണങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ച് നിങ്ങളോട് പറയാനുള്ളത്. 1, ഈ ജനം അഥവാ ഈ ആടുകൾ തനിയെ തിന്നുകയില്ല. 2, തനിയെ നടക്കുകയില്ല. 3, തനിയെ നിലനിൽക്കുകയില്ല. അതുകൊണ്ടൊരു പാസ്റ്റർ വേണം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളു. മേയിക്കുക എന്ന് പറയുന്നതിനകത്ത് നയിക്കുക എന്നതിനേക്കാൾ ഭക്ഷണം കൊടുക്കുക, ഫീഡ് ചെയ്യുക എന്നുള്ള അർത്ഥം. ഫീഡ് ചെയ്യുക. നമുക്കറിയാം, ആട് തനിയെ തിന്നുകയല്ല, അതിനെ ആരേലും തീറ്റണം. അഥവാ തനിയെ തിന്നാന്ന് വിചാരിച്ചാൽ മറ്റു മൃഗങ്ങളെക്കാൾ അപകടം പിടിച്ചതൊക്കെ പോയി തിന്നും. ആടിനെ വളർത്തിയിട്ടുള്ളവർക്കറിയാം, തിന്നരുതാത്ത സാധനമൊക്കെ പോയി തിന്നും. തിന്നേച്ച് വയറൊക്കെ വീർത്ത് ഒരു ആത്മഹത്യാ പ്രവണതയാണ്. അറിയാതെ വല്ലതൊക്കെ എടുത്ത് തിന്നും. തിന്നേച്ച് പെട്ടെന്ന് കൈയും കാലും ഒക്കെ നൂർത്തം കിടക്കും. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കെട്ടിയിട്ടാൽ മൃഗങ്ങളുടെ കൂട്ടത്തിൽ തൂങ്ങിച്ചാകുന്ന ഒറ്റ ജീവി ആടേ ഉള്ളൂ. ടൗണിൽ അത്രയും നിങ്ങൾ കണ്ടു കാണുകയല്ലേ? ഞങ്ങളൊക്കെ ഗ്രാമത്തിൽ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ചുറ്റിക്കറങ്ങി താഴോട്ടൊരൊറ്റ ചാട്ടം പരിപാടി കഴിക്കും. അധികം സമയമൊന്നും വേണ്ട, പിന്നെ ഒന്നും കൊണ്ടുപോണ്ടി വരികയില്ല. അപ്പൊ തനിയെ തിന്നിയല്ല ആട്. അഥവാ തിന്നാലും വിഷായിരിക്കുന്നില്ല. ഇതെങ്ങനെയാണ് നമ്മളുമായിട്ട് വെക്കുന്നത്? സിമ്പിളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 31-ാമത്തെ വാക്യം നോക്കി. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. കേട്ടോ, അതാ അതിന്റെ അർത്ഥം. തന്നെ തിന്നിയാലെന്ന് പറഞ്ഞത്. വചനം വായിക്കാനുള്ള ഭാഷ മലയാളം നമുക്കറിയാം, നമ്മൾ വായിച്ചാൽ മതി. പക്ഷേ നമ്മൾ തന്നെ വായിച്ചാൽ കിട്ടാത്ത
ഒരു സാധനമാണ് മെസ്സേജ് എന്ന് പറയുന്നത്, ദൂതെന്ന് പറയുന്നത്. അതല്ല, അതിൻ്റെ ആത്മീക അർത്ഥം എന്ന് പറയുന്നത് വെറും വായന കൊണ്ട് കിട്ടത്തില്ല. നമുക്കറിയാം, ധനകാര്യമന്ത്രിയാണ് ഇപ്പോൾ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന 8-ലെ അപ്പോസ്തല പ്രവൃത്തി 8-ലെ കഥാപുരുഷൻ ഒരു ധനകാര്യ ഫിനാൻഷ്യൽ മിനിസ്റ്ററാണ്. ഈ മനുഷ്യൻ അറിവില്ലെന്ന് പറയാൻ പറ്റുമോ? അറിവുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ വേദോസം വായിച്ചിട്ട് പറയുകയാണ്, ഒരാൾ വ്യാഖ്യാനിക്കാതെ ഒന്നും മനസ്സിലാകില്ല. ഇതാണ് ആത്മീയ വിഷയത്തിൻ്റെ പ്രശ്നം. തന്നെ കഴിക്കാവുന്നതല്ല ഇത്. ആരെങ്കിലും ഒരാൾ ഇതിനൊരു സഹായത്തിനായിട്ട് വരണം. അപ്പൊ വചനം ജനത്തിന് വായിച്ചെടുക്കാവുന്നതിനപ്പുറത്താണ്, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു ദൂതാണ് ഈ ജനത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഒരു ഇടയൻ ആവശ്യമാണ്, ഫീഡ് ചെയ്യാൻ ഒരു ഇടയൻ ആവശ്യമാണ്. വചനത്തിൻ്റെ വ്യാഖ്യാനം ലഭിക്കാൻ ഇടയന്റെ സാന്നിധ്യം ആവശ്യമാണ്. അവിടെ നമുക്കൊരു മിനിറ്റ് നിൽക്കേണ്ടതായിട്ടുണ്ട്. നല്ല ഇടയൻ എന്നും ആടുകൾക്ക് പുതിയ പുൽപ്പുറങ്ങൾ കാണിച്ചു കൊടുക്കും. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി എന്നും പുതിയ പുൽമേടുകൾ അന്വേഷിച്ച് കണ്ടെത്തും. ഇടയന്റെ ശ്രദ്ധ ആടുകൾ നിൽക്കുന്നിടത്തല്ല, ആളുകൾ നിൽക്കേണ്ടിടത്താണ്. ഇന്നൊരു സ്ഥലത്ത് മേഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെയല്ല പിന്നെ ഇടയന്റെ ശ്രദ്ധ, നാളെ നിൽക്കേണ്ടത് എവിടെയാണ്. ഒരു നല്ല ഇടയന്റെ ജോലി ഞായറാഴ്ചയല്ല, ഞായറാഴ്ച മാത്രമല്ല, ജനം കൂടി വരുമ്പോ മാത്രമല്ല, ജനം കൂടി വരുമ്പോഴല്ല. ഒരു നല്ല വീട്ടമ്മ ഭക്ഷണം കഴിക്കാനുള്ളവർ വന്നു കഴിയുമ്പോഴല്ല ജോലി ചെയ്യുന്നത്. വന്നു കഴിയുമ്പോൾ അവർ ഫ്രീ ആയിട്ട് നിൽക്കും. നല്ല വീട്ടമ്മ ആ സമയത്ത് ഫ്രീ ആയിട്ട് നിൽക്കും. വേണ്ടി വന്ന ഡ്രസ്സ് കൂടെ മാറിയിട്ട് നിൽക്കും. ഗസ്റ്റൊക്കെ വരികയാണ്, അയ്യോ ഇവിടെ പണിയൊന്നുമില്ലേ, ഒക്കെ തീർത്ത് വെച്ചിട്ടുണ്ടാവും. ഒരുമിച്ച് കഴിക്കാൻ റെഡിയായിരിക്കും ആ വീട്ടമ്മ. ഇതുപോലെ ഒരു ശുശ്രൂഷകൻ, നല്ല ശുശ്രൂഷകൻ, അവന്റെ ജോലി ആളുകൾ കൂടി വരുമ്പോഴല്ല, കൂടി വരുമ്പോൾ വിളമ്പി കൊടുക്കുന്നേ ഉള്ളൂ. ജോലി മുഴുവൻ അതിന് മുമ്പാണ്. അപ്പൊ ആടുകൾ നിൽക്കുന്നിടത്തല്ല, നിൽക്കേണ്ടിടത്തേക്കാണ് ഇടയന്റെ കണ്ണു പോകുന്നത്. നാളെ എവിടെ മേയ്ക്കും. അതുകൊണ്ട് വളരെ സമയം ഇദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കും, വളരെ സമയം ഇദ്ദേഹം വചനധ്യാനത്തിന് വേണ്ടി എടുക്കും. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വന്നാൽ ഒരു പ്രയോറിറ്റി ഞാൻ കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തി 6:4 ഒരു കൊച്ചു വാക്യമാണ്, അത് അടിവരയിടേണ്ട വാക്യമാണ്. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. 2 കാര്യത്തിനെ ഞങ്ങൾക്കിനി ടൈമുള്ളൂ. വേറെ ഒന്നിനും ഞങ്ങളെ ഏർപ്പെടുത്തരുത്. വേറെ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്താൻ കഴിവുള്ള ആളുകൾ നമ്മുടെ ചർച്ചിലുണ്ടല്ലോ, അവരെ ഏർപ്പെടുത്തൂ എന്ന 6-ാം അധ്യായം പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കൂട്ടായ്മയാകുമ്പോൾ ചെയ്യേണ്ട പല ജോലികളുണ്ട്. അതിനൊക്കെ കഴിവുള്ളവരെ ദൈവം തന്നിട്ടുണ്ട്. അത് ഓരോരുത്തരും വിഭജിച്ചു കൊടുത്തോളൂ. ഞങ്ങളെ ഇതിനൊന്നും വേർപ്പെടുത്തരുത്, ഞങ്ങളെ ഇതിലോട്ടൊന്നും വലിക്കരുത്, ഞങ്ങളുടെ ശ്രദ്ധ പോകരുത്. 2 കാര്യത്തിന് ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ പവർ മുഴുവൻ 2 കാര്യത്തിന് മാറ്റി വെക്കണം. 1 പ്രാർത്ഥന, 2 വചനധ്യാനം. അതത്ര പ്രധാനപ്പെട്ട കാര്യമാണോ എന്നാണ് അന്നത്തെ സഭ കണ്ടെത്തിയത്. അന്നത്തെ ലീഡേഴ്സ് ശുശ്രൂഷയുടെ ആരംഭത്തിൽ അതറിഞ്ഞില്ല. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ അവർ മനസ്സിലാക്കി, പ്രാർത്ഥനയും വചന ശുശ്രൂഷയും മാത്രം മതി ഒരു പാസ്റ്റർക്ക്. അത് 2ഉം സത്യസന്ധമായിട്ട് ചെയ്താൽ ചർച്ച് വളർച്ച പ്രാപിക്കും, ചർച്ച് അനുഗ്രഹിക്കപ്പെടും. ഈ കാര്യത്തിൽ വീഴ്ച വന്നാൽ ആട് തന്നെ തിന്നാൻ പോകും. തന്നെ തിന്നാൻ പോയാൽ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഒരിടയൻ എന്തുകൊണ്ട് ആവശ്യമായി വന്നു എന്ന് ചോദിച്ചാൽ,
ആത്മീയ ലോകത്തിലെ ആടുകൾ തനിയെ തിന്നാൻ കഴിയാത്തവരാണ്. അവർ തനിയെ തിന്നാൽ അവർ അപകടകരമായ തീറ്റയായിരിക്കും തിന്നുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഉണക്കപ്പുല്ലും വൈക്കോലുമല്ല നല്ല ഇടയൻ ആടുകൾക്ക് കൊടുക്കുന്നത്. 23-ാം സങ്കീർത്തനം പറയുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ എൻ്റെ ഇടയൻ എന്നെ കിടത്തുന്നു. പച്ചയായ എന്ന് പറഞ്ഞാൽ ഫ്രഷ് എന്ന വാക്കാണ്. പുത്തൻ തളിരുള്ള പുൽമേടുകളിൽ എന്നെ കിടത്തുന്നു എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഏറ്റവും കൂടിയ വാക്കങ്ങ് വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറാതെ കിടക്കുന്ന പ്രശ്നമില്ല ആട്. വിശപ്പ് മാറുക പോരാ, പിന്നെ ഇച്ചിരി കഴിയണം, എന്നാലേ കിടക്കത്തുള്ളൂ. അത്ര തൃപ്തികരമായൊരു ഇടയനുണ്ടെങ്കിലേ കിടക്കുള്ളൂ. അതും പുല്ലിന്റെ മുകളിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ മതിയേന്ന് അതിന്റെ അർത്ഥം. അതുപോലെ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാൻ വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ആ വാക്ക് ദാവീദ് ഉപയോഗിച്ചത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. വചനത്തിന്റെ ഒരു സമൃദ്ധി, വചനത്തിന്റെ ഒരു നിറവാണ് നല്ല ഇടയന്റെ യോഗ്യത. എന്തുകൊണ്ടൊരു ഇടയൻ വേണം? എന്തുകൊണ്ടൊരു ഇടയൻ വേണം? ആടുകൾക്ക് പച്ചയായ പുല്ല്, അതായത് പുത്തൻ വചനം, കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, ദൂത് ജനത്തിന് വേണം. അത് അവരെ പല നിലയിലായിരിക്കും ബാധിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ പല നിലയിലാണ് വന്നിരിക്കുന്നത്. പല പ്രശ്നങ്ങള്, പല ചോദ്യങ്ങള്, പല കുരുക്കുകള്, ബന്ധനങ്ങള്, പല നിരാശകൾ, ഡിപ്രഷൻസ്, ആശയക്കുഴപ്പങ്ങള്, ഭിന്നതകൾ, അഭിപ്രായ വ്യത്യാസങ്ങള്, ചിന്താക്കുഴപ്പങ്ങള് എല്ലാം ജനങ്ങൾക്കുണ്ടാവും. ഇതിനെല്ലാമുള്ള പരിഹാരം ഈ ഭക്ഷണത്തിനകത്ത് കാണാം. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ, 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 അവരെ കരുതുവീൻ, അവരെ തന്നെ തിന്നാൻ വിടരുത്. അതെ, നല്ല വചനത്തിന്റെ വിരുന്ന് ജനത്തിന് ലഭിച്ചില്ല എങ്കിൽ അവരുടെ കാര്യം കഷ്ടത്തിലാകും. ഈ അടുത്ത കാലത്ത് സുവിശേഷീകരണം ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ 15 കൊല്ലം കൊണ്ട് സുവിശേഷീകരണത്തിൽ കേരളം, ഭാരതം ഒരുപാട് മുമ്പോട്ട് പോയി. പക്ഷേ ഇടയ ശുശ്രൂഷയിൽ അത്രത്തോളം മുമ്പോട്ട് വന്നിട്ടുണ്ടോ? സഭാപരിപാലനത്തിൽ അത്രത്തോളം മുമ്പോട്ട് വന്നിട്ടുണ്ടോ എന്നത് ശ്രദ്ധിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. ആളുകൾ സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം കാര്യം തീരുന്നില്ല. ഇതെല്ലാം കർത്താവിന്റെ വരവിന് വേണ്ടി കറയും ചുളുക്കവുമില്ലാത്ത ഒരു മണവാട്ടി സഭയെ വളർത്തിയെടുക്കുന്നതിലേക്ക് എത്തുന്നില്ലെങ്കിൽ ബാക്കി പ്രവർത്തനങ്ങളെല്ലാം നഷ്ടമാണ്, മിഥ്യയാണ്, പൂജ്യമാണ്. സുവിശേഷം പറഞ്ഞു, യോഗങ്ങൾ നടത്തി, കൈപൊക്കി, സ്നാനപ്പെട്ടു. ഇതിന്റെ എല്ലാം അന്തർസത്ത എന്ന് പറയുന്നത്, ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവായ യേശുവിന്റെ കാന്ത എന്ന നിലയിലേക്ക്, മണവാട്ടി എന്ന നിലയിലേക്ക്, വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്, കറ ചുളുക്കം ഒന്നുമില്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്, ആ പരമമായ ലക്ഷ്യത്തിലേക്ക് ഇവരെ എത്തിക്കുന്നതാണ് ഈ ഇടയന്റെ ജോലി. അതാണ് മേയ്ക്കുവീൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ ഒരുവൻ സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷവും ഒരു ആഹ്ലാദവുമുണ്ട്. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞതാണോ വായിച്ചതാണോ ഞാൻ ഓർക്കുന്നു, ചർച്ചിലേക്ക് 60 പേര് 2015 വന്നു എന്നത് മാസികയിലുണ്ട്.
70 പേര് തിരിച്ചുപോയി എന്നുള്ള കാര്യം മാസികയിലില്ല. നേരാണോ? നടക്കുന്നുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലല്ലോ. അതിന്റെ ദുരന്തം എന്താണെന്നറിയാമോ? അത് ഇനി ഒരു കാലത്തും നന്നാകുകയില്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ശീതോഷ്ണവാനായാൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ഈ അടുത്ത കാലത്തുണ്ടായ ചലനങ്ങളിൽ ചർച്ചിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ പൊഴിഞ്ഞു പോകുന്നുണ്ടോ? പണ്ടില്ലാത്തതുപോലെ പിന്മാറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടോ? പണ്ടില്ലാത്തതുപോലെ സ്നാനമേറ്റിട്ട് വചനമനുസരിക്കാതെ നടക്കുന്നവരുടെ എണ്ണം കൂടുതലുണ്ടോ? ഉണ്ടെന്നുള്ളതാ കണക്കുകൾ തെളിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സുവിശേഷകന്റെ ജോലി ഇവിടെ ഒരുവിധം പുരോഗമിച്ചു. ഇടയന്റെ ജോലി ഇവിടെ വിജയിച്ചിട്ടില്ല. പണ്ടൊക്കെ ഒരാൾ ചർച്ചിനെ കുറിച്ച് അന്വേഷിക്കാനോ ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കാനോ ഒക്കെ മുമ്പോട്ട് വരുന്നത് പറഞ്ഞ വലിയ അത്ഭുതമാണ്. ഇന്ന് ധാരാളം ആളുകൾക്ക് താല്പര്യമുണ്ട്. കാരണം ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ, ഒന്നുമില്ല മനുഷ്യന് പ്രതീക്ഷിക്കാൻ. എന്താ ഉള്ളത്? സിനിമയ്ക്ക് പോവുക എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആർക്ക് വേണം ഇപ്പൊ സിനിമ? മനുഷ്യന് ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ, ഒന്നുമില്ല സന്തോഷിക്കാൻ, ഒന്നുമില്ല ഭാരമൊന്ന് ഇറക്കി വെക്കാൻ, ഹൃദയമൊന്ന് തുറക്കാൻ ഒരു സ്ഥലവും ഇല്ല. ലോകത്തിന്റെ ഒറ്റ പ്രതീക്ഷ സഭയാ. ഒറ്റ പ്രതീക്ഷ സഭയാ. അങ്ങനെയാണെങ്കിൽ ഒറ്റ പ്രതീക്ഷ പാസ്റ്ററാ. കാരണം ഒരു പാസ് ഇല്ലാതെ ഒരു സഭയുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഒരു നല്ല പാസ്റ്റർ. ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഒരു നല്ല സഭ. കഴിഞ്ഞ ദിവസം ഞാനൊരു ബൈബിൾ ടീച്ചറുമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ക്ലാസ് എല്ലാം നന്നായിരിക്കുന്നു. അപ്പൊ അടുത്ത വാചകം പുള്ളി ഇങ്ങോട്ട് പറയാ, അതൊക്കെ ശരിയാ, പക്ഷെ ഏതാ ഒരു ചർച്ച ഒന്ന് കാണിച്ചു കൊടുക്കുന്നേ? ഈ പറയുന്നതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചർച്ച വേണ്ടേ നമുക്ക്? യേശു കർത്താവിനെ അവർക്ക് കിട്ടണം, പരിശുദ്ധാത്മാവിനെ അവർക്ക് കിട്ടണം, സ്വാതന്ത്ര്യം അവർക്ക് കിട്ടണം, സ്നേഹം അവർക്ക് കിട്ടണം, സൗഖ്യം അവർക്ക് കിട്ടണം. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനം മാത്രമല്ല, വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പവർ അവർക്ക് കിട്ടണം. പിശാചിനെ ജയിക്കാനുള്ള ശക്തി അവർക്ക് കിട്ടണം. ഇതെല്ലാം സഭയിൽ നിന്നാണ് ലഭിക്കേണ്ടത്. സഭ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, ഇവർ തനിയെ ഭക്ഷണം കഴിക്കുകയില്ല. അതുകൊണ്ട് ഒരു ഇടയന്റെ ആവശ്യമുണ്ട്. അഥവാ കഴിച്ചാലോ? എഫേസ്യ ലേഖനം 4:14. എഫേസ്യർ 4:14. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. ഉപദേശത്തിന്റെ കാറ്റുകൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. കാറ്റുകൾ, ഉപദേശത്തിന്റെ കാറ്റുകൾ. കാറ്റ് പലരെ ഒരുമിച്ച് ടച്ച് ചെയ്യും, പലരെ ഒരുമിച്ച് മറിക്കും. പ്രായഭേദം കൂടാതെ കയറി പിടിക്കും കാറ്റ്. ഉപദേശം ഒരു ശക്തിയാണെന്നല്ലേ എന്റെ അർത്ഥം. ഉപദേശത്തിന്റെ ഓരോ കാറ്റ്, ഉപദേശത്തിന്റെ കാറ്റ് അപകടകരമാകുമെന്നുള്ളത് കൊണ്ട് സത്യോപദേശത്തിന്റെ കേൾവി അത്യാവശ്യമായി വരുന്നു. ഇതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2 പറയുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പൊ അപ്പോസ്തലന്മാരുടെ ഉപദേശം ഉണ്ടെങ്കിൽ ഉപദേശത്തിന്റെ കാറ്റുകളിൽ വീഴത്തില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം ടീച്ചിങ്സ്, പ്രസംഗം വേറെ, പഠിപ്പിക്കൽ വേറെ. ഒരു ദൂത്, ഒരു സന്തോഷം കിട്ടുന്ന ഒരു മീറ്റിംഗ് മാത്രം പോരാ, പഠിപ്പിക്കൽ വേണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കിട്ടിയാലേ ദുരുപദേശത്തിന്റെ കാറ്റിനകത്ത് പതറാതിരിക്കത്തുള്ളൂ, ആടാതിരിക്കത്തുള്ളൂ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കൊക്കെ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആകാതിരിപ്പാൻ. അലഞ്ഞുഴലുന്ന തെറ്റേതാ ശരിയേതാ,
അതും ശരിയാണോ ഇതും ശരിയാണോ, ഇനി എന്താ ചെയ്യുന്നത്, വന്നത് മണ്ടത്തരായി പോയോ. ഇതാണ് അലഞ്ഞുഴലുന്ന ശിശുക്കൾ എന്ന് പറയുന്നത്. തനിയെ തിന്നുകയില്ലെന്ന് മാത്രമല്ല, തനിയെ തിന്നാൽ അപകടം പിടിച്ച തീറ്റയായിരിക്കും. വചനം പരിശുദ്ധാത്മാവിൽ ഉപദേശ നിശ്ചയത്തിൽ ജനത്തിന് ലഭിക്കുന്നില്ലെങ്കിൽ അവർ വളരുകയില്ല. മാത്രമല്ല, തെറ്റായ ഉപദേശങ്ങൾ എല്ലാ കാലഘട്ടത്തിലും വന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ കാലഘട്ടത്തിലും. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു, കഴിഞ്ഞ തലമുറയിലുണ്ടായിരുന്നു, ഇപ്പോൾ വേറൊരു സാധനം. എല്ലാ കാലത്തും ഉപദേശത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. സഭയെ തകർക്കുന്ന ദുരുപദേശത്തിന്റെ സ്വാധീനം എല്ലാ കാലഘട്ടത്തിലും സഭ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇടയൻ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, തനിയെ നടക്കാൻ അറിയില്ല ആടുകൾക്ക്. അതുകൊണ്ട് ഒരു ഇടയൻ ആവശ്യമാണ്. പത്രോസിന്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ആടിന്റെ പ്രത്യേകത തെറ്റി ഉഴലുക എന്നുള്ളതാണ്. തെറ്റി ഉഴലുക. അതെന്താ തെറ്റി ഉഴലുന്നത്? ബുദ്ധിയില്ലാത്ത ജീവിയാ. ആടിന് വഴി തെറ്റും. ആടിന് വഴി ഓർത്തു വെക്കാനുള്ള ടെക്നിക്കൊന്നും അറിയത്തില്ല. നന്നായിക്കറിയാം. പൂച്ചയ്ക്കും അറിയാവുന്ന പറയുന്നത്. 2-3 വീടൊക്കെ സ്ഥിരം വിസിറ്റ് ചെയ്ത് തിരിച്ച് അവരവരുടെ വീട്ടിൽ ചെല്ലുന്ന പൂച്ചയുണ്ട്. പക്ഷെ ആടിനെ കൊണ്ട് അത്രയും പറ്റുകയില്ല. ആട് വഴി തെറ്റിയാൽ തിരിച്ചു വരികയില്ല. ബുദ്ധി മറ്റ് ജീവികളെ അപേക്ഷിച്ച് ബുദ്ധി കുറവാണ്. പക്ഷെ ബുദ്ധി കുറവാണ് സമ്മതിക്കുകയില്ല. ഭയങ്കര അറിവുള്ള പോലെയാണ് നടപ്പ്. മതിലയിലൊക്കെ കയറുന്ന കണ്ടിട്ടില്ലേ? പക്ഷെ വെറുതെ കയറുന്നതാണ്, അറിവില്ല. വഴിതെറ്റിട്ട് കുഴിയിൽ വീഴും. വഴിതെറ്റും കുഴിയിൽ വീഴും. അതുകൊണ്ട് ഇടയൻ അത്യാവശ്യം. അത്യാവശ്യമാണ്. ഞാൻ ഒരു സംഭവം കാണിക്കാം, അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. പഴയ നിയമത്തിലാണെങ്കിൽ പോലും. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1-2 വായിച്ചു. മോശ ഒരു ക്രൂശ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. എന്താ ഇപ്പം മിര്യാം പറയുന്നത്? ദൈവാലോചന ഇദ്ദേഹം മാത്രമേ പറയാറുള്ളോ? ഞങ്ങളും പറയാറില്ലേ? പറഞ്ഞത് ശരിയല്ലേ? ഈ കഴിവ് വേറെ, വിളി വേറെ. ഇച്ചിരി പാടാനോ ഇച്ചിരി പ്രബോധിപ്പിക്കാനോ ഒക്കെ കഴിവായി കഴിയുമ്പം തെറ്റിദ്ധരിക്കരുത്. വിളി വേറെയാണ്. ഇപ്പൊ അഹരോനെ കൂടെ വെട്ടിൽ വീഴ്ചത് പുള്ളിക്കാരത്തിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പല ഭാഗങ്ങൾ വായിച്ച് നോക്കിച്ചാ പറയുന്നത്. കാരണം ഇയാള് നല്ല സ്മാർട്ടാണ്. പുള്ളിക്കാരത്തിയുടെ കഴിവ് കാണണമെങ്കിൽ മോശക്കുഞ്ഞിനെ വെള്ളത്തിലോട്ട് ഒഴുക്കി വിടുന്ന രംഗം ശ്രദ്ധിച്ചാൽ മതി. എന്നെ ബുദ്ധിയോടെ പുള്ളിക്കാരത്തി ആ വിഷയം ഹാൻഡിൽ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ രംഗം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച അത് വീണ്ടും പഠിച്ചു. ഭയങ്കര കഴിവുള്ള ഒരു ലേഡിയാണ്. പക്ഷെ കഴിവ് ഉണ്ടെന്നോർത്ത് പാസ്റ്ററാണെന്ന് ധരിക്കരുത്. അങ്ങനെ പലരും കെണി ചാടിയിട്ടിരിക്കുക. ഇനിയിപ്പം താഴെ വെക്കാൻ പറ്റുമോ തല വെക്കാൻ പറ്റുമോ എന്നോർത്ത് വിഷമിക്കുന്നവരും ഉണ്ട്. ആലോചിക്കണം. ഇടയ്ക്കിട്ട് ചുവാനൊക്കെ പണിയല്ലേ. കമ്പനിയാണെ വിൽക്കാം, ചായക്കടയാണെ വാടകയ്ക്ക് കൊടുക്കാം, ചർച്ച എന്നാണ്ട്. ഹോട്ടലിലെ മുഴുവൻ ഇൻസ്ട്രുമെന്റ്സോടുകൂടി വാടകയ്ക്ക് എടുക്കാൻ ആളുണ്ട്. പക്ഷെ ചർച്ച വിളി ഒന്നുകൂടെ പരിശോധിക്കണം.
പാട്ടല്ല സഭാ ശുശ്രൂഷ, പ്രസംഗവും അല്ല സഭാ ശുശ്രൂഷ. അല്ല, ഞാനൊരു സഭ തുടങ്ങണമെന്ന് ഓർത്തിരിക്കുക. വേണ്ട, സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ മതി. ഒരു വരുമാനത്തിനല്ലേ, ഒരു എന്റർടൈൻമെന്റിനല്ലേ. വേറെ പല ബിസിനസ് ഇപ്പൊ തുടങ്ങാവുന്നതുണ്ട്. സഭ തുടങ്ങണ്ട. ആളുകൾക്ക് അറിയില്ല. കഴിവ് വേറെ, വിളി വേറെ. അബദ്ധത്തിൽ ചാടരുത്. മോശ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പുള്ളിക്കാരത്തി സംസാരിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് പ്രബോധിപ്പിക്കും. ലേഡീസ് മീറ്റിംഗിന് ആഗ്രഹം പറഞ്ഞ് ചാട്ട കയറ്റി. ശരിയാ നീ പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞു. വെറുതെ ശരിയാന്നൊന്നും പറയരുത്. ഒന്നുകൂടെ പ്രാർത്ഥിച്ചു പറയണം. വല്ലവരും പറയുന്നത് കേട്ടോണ്ട് ശരിയാന്ന് പറയരുത്. പിന്നെ അടിമേടി. താഴോട്ട് വായിക്കാവോ? യഹോവ അത് കേട്ടു. ഒരു ദൈവം നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഇയർഫോണൊക്കെ വെച്ച് പതുക്കെ ചിരിച്ച കേൾക്കുന്ന ആളാണെന്നാണോ ധരിക്കുന്നത്? ആണോ? ദൈവത്തിന് വല്ല ഹിയറിംഗ് പ്രോബ്ലം ഉണ്ടോ? നീ മനസ്സിൽ ചിന്തിക്കുന്ന അവിടെ ഇടി മുഴങ്ങുന്ന പോലെയാണ്. ഏതാ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന അവിടെ ഇടി മുഴങ്ങുന്ന പോലെ തമ്പുരാന് കേൾക്കാം. യഹോവ അത് കേട്ടു. അതിനാ ദൈവം ഒരാളെ ഒരു കാര്യത്തിന് ഏൽപ്പിച്ചാൽ ദൈവത്തിന് അവനെ കുറിച്ച് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എനിക്കത് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ അത് വായിച്ച് കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന്റെ വേലക്കാരനെ കുറിച്ച് ഈ തല്ലൊക്കെ ഇടയ്ക്ക് കൊള്ളും, ചീത്തവിളിയൊക്കെ കേൾക്കുമെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന് എന്നാ കരുതല. അവന്റെ ദാസനെ കുറിച്ച് അവന്റെ പെങ്ങള് പറഞ്ഞത് സ്വർഗം പിടിച്ചു റെക്കോർഡ് ചെയ്തു. അപ്പോഴേ റെക്കോർഡ് ചെയ്തു. ഇത്ര വിലപ്പെട്ട ശുശ്രൂഷയാണ് ക്രിസ്തീയ ശുശ്രൂഷ. കേട്ടു. എന്നിട്ട് എന്നാ വായിച്ചേ? മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അതുകൊണ്ട് ആ കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകാതെ പോയത്. ഈ ആങ്ങളെയും പെങ്ങളും ചേട്ടനും അനിയനും കൂടെ അടിച്ച് പിരിയാഞ്ഞത് ഈ സഹോദരൻ സൗമ്യനായോണ്ട്. ഇവര് കുടുംബമായിട്ട് ലീഡർഷിപ്പിലേക്ക് വന്നിരിക്കുക. അതൊക്കെ ദൈവത്തിന്റെ ഒരു കരുണ എന്നുള്ളതേ ഉള്ളൂ. ചേട്ടനും അനിയനും പെങ്ങളും എല്ലാം ലീഡർഷിപ്പിലാണ്. പക്ഷെ വിളി വ്യത്യാസമുണ്ട്. ഇനിയുള്ളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. വായിച്ചു. പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിര്യാമിനോടും നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിങ്കൽ വരുവിനെന്ന് കൽപ്പിച്ചു. അവർ മൂവരും ചെന്ന് യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്ന് അഹരോനെയും മിര്യാമിനെയും വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. പിന്നെ അവൻ അരുളി ചെയ്തത്, എന്റെ വചനങ്ങളെ കേൾപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല. അവൻ എന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് ദൈവത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന്റെ ദാസനെ കുറിച്ച് ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഈ ചാപ്റ്റർ നമ്മൾ വായിച്ച് താഴോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് അവിടെ ദൈവം ആക്ഷൻ എടുത്തു. ആ ശുശ്രൂഷകനെതിരെ പതുക്കെ കുശുകുശുത്ത് പറഞ്ഞ കാര്യത്തിന് ആക്ഷൻ ഉണ്ടായി, നടപടി ഉണ്ടായി. ക്രിസ്തീയ ശുശ്രൂഷ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവം അത് നിയമിച്ചത്. രാജകീയ പുരോഹിത വർഗമാണ്. എല്ലാവരും ഒരപ്പത്തിലെ അംശികളാണ്. എല്ലാവരും രാജാക്കന്മാരാണ്. എല്ലാവരും പുരോഹിതന്മാരാണ്. എല്ലാവരും സഹോദരന്മാരാണ്. അതൊരു വാശം. പക്ഷേ ദൈവത്താൽ നിയമിക്കപ്പെട്ട പാസ്റ്റേഴ്സ്, ശുശ്രൂഷകന്മാർ സഭയുടെ അതിപ്രധാനപ്പെട്ട ഘടകമാണ്. ജനങ്ങൾ തനിയെ നടക്കത്തില്ലെന്ന് ദൈവത്തിനറിയാം. നിത്യതയിലേക്കുള്ള വഴിയിൽ അവർ തനിയെ നടക്കില്ല. നടന്നാൽ അവർ വഴിതെറ്റും, അല്ലെങ്കിൽ അവർ കുഴിയിൽ വീഴും. എബ്രായർ 13:7 നിങ്ങളെ
നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീ. നടത്തുക, നടത്തുന്നവരും നടക്കുന്നവരും എന്ന രണ്ടായിട്ട് ചർച്ചിനെ ദൈവം തിരിച്ചിട്ടുണ്ട്. എല്ലാരും കൂടെ നടത്തുകയല്ല, നടത്തുന്നവരുമുണ്ട്, നടക്കുന്നവരുമുണ്ട്. എങ്ങനെയാ നടത്തുന്നത്? വടി കൊണ്ടല്ല, വചനം കൊണ്ട്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർക്കുവീൻ. വീണ്ടും ഇച്ചിരൂടെ താഴോട്ട് വരുമ്പോൾ 17, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവീൻ. നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങി ഇരിക്കുവീൻ. അതിനൊന്നും എന്നെ കിട്ടുകയില്ല. ഞങ്ങൾ കുടുംബമായിട്ട് അങ്ങനെ കീഴടങ്ങുന്ന സ്വഭാവമുള്ളവരല്ല. അപ്പൊ അതിന്റെ അർത്ഥം വീണ്ടും ജനിച്ചിട്ടില്ലെന്നാണ്. മാനസാന്തരപ്പെടണം. സ്നാനപ്പെട്ടതിന് കുഴപ്പമില്ല, മാനസാന്തരപ്പെടണം, വീണ്ടും ജനിക്കണം, പഴയ ആള് മാറണം, ഒരു പുതു മനുഷ്യനായി തീരണം. കീഴടങ്ങാത്ത ആ ജഡം, അനുസരിക്കാത്ത ആ പഴയ മനുഷ്യൻ അവനെ കുഴിച്ചിടണം. ക്രിസ്തുയേശുവിലുള്ള ഭാവമുള്ള, പിതാവിന് പൂർണ്ണമായി കീഴ്പ്പെട്ടിരുന്ന കർത്താവിന്റെ മനസ്സ് ഉണ്ടാകണം. അപ്പോഴേ ചർച്ചിനകത്ത് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ തനിയെ നടക്കാത്തത് കൊണ്ട് ഇടയന്റെ ശുശ്രൂഷ ആവശ്യമാണ്. തനിയെ നടക്കാമെന്നൊക്കെ തോന്നും. കുറച്ച് നാളായി കഴിയുമ്പോൾ എല്ലാം ഈസിയാന്ന് നമുക്ക് തോന്നും. പറ്റത്തില്ല. ഇതിനൊരു പ്രത്യേകമായ ദൈവവിളിയാണ് ഇടയ ശുശ്രൂഷ. അതിൻ്റെതായ ഗൗരവത്തോടുകൂടി അതിനെ കാണണം. ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചർച്ചിന്റെ പാസ്റ്ററായിരിക്കുക എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു തൊഴിൽ പോലെ അല്ല. ആളുകൾ കുറച്ചായാലും കൂടുതലായാലും വലിയ ഉത്തരവാദിത്വമാണ്. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അത് മാത്രമാണോ നോക്കിയേ. എബ്രായർ 13 ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നത്. 17 വാക്യം ഒന്നുകൂടി ഒന്ന് വായിക്കാമോ? നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. കണക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അതൊന്ന് തൊട്ടായിരുന്നു. കണക്ക്. ഒരാള് എന്നെ 1,00,000 രൂപ ഏൽപ്പിച്ചു. അത് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തന്നതാണ്. പുള്ളി ചോദിക്കുകയൊന്നുമില്ല, ഞങ്ങൾ നമ്മളോട് ഇരിപ്പനുസരിച്ച്. പക്ഷെ ഞാൻ മാന്യനാണെങ്കിൽ അതിന്റെ കണക്ക് ഞാൻ സൂക്ഷിക്കും. എന്നെങ്കിലും ഒരിക്കൽ ചോദിച്ചാൽ ഇന്നിന്ന കാര്യങ്ങൾക്ക് ഇന്നത് ഉപയോഗിച്ചു എന്ന് ഒരു രേഖ കയ്യിൽ ഉണ്ടായിരിക്കും, വിശ്വസ്തനാണെങ്കിൽ. ഇവിടെ ഒരു ശുശ്രൂഷകനെ ഏൽപ്പിച്ചിരിക്കുന്നത് കുറച്ച് റബ്ബർ തോട്ടമല്ല, കുറച്ച് ഇരുമ്പ് സാധനങ്ങളല്ല, മറ്റെന്തെങ്കിലും സാധനങ്ങളല്ല. യേശു താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. തമ്പുരാൻ ഏറ്റവും വില കൂടിയ സാധനം നിന്നെ ഏൽപ്പിച്ചിരിക്കുക. നിന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ, നിന്നോടുള്ള പ്രത്യേക വിശ്വാസം കൊണ്ടല്ലേ. വേറെ എന്തും ദൈവത്തിന് വലുതല്ല. ദൈവത്തിന് ഒറ്റ സാധനം വലുതുള്ളൂ, സഭയെ വലുത്. കർത്താവ് താൻ രക്തം കൊടുത്ത് സമ്പാദിച്ചതാണ് ചർച്ച്. അതിനെ എന്നെ ഏൽപ്പിക്കണമെങ്കിൽ എന്നോട് എന്തൊരു വിശ്വാസ. ഭൂമിയിൽ ആരും എന്നെ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ എന്റെ കർത്താവ് എന്നെ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ എന്നെ ഈ ജോലിക്ക് എടുത്തത്. കൈകൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറയാവോ? അത് പറഞ്ഞു വന്നപ്പോൾ അതിനോട് യോജിക്കുന്ന മറ്റൊരു കാര്യം പറയണം. അത് പിന്നെ തിരിച്ചു വന്ന് പറയാൻ ചിലപ്പോൾ മറന്നുപോകും. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 മുതൽ അതിന് നിർത്തി വായിച്ചു, ധൃതി വെക്കണ്ട.
21:15 മുതൽ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ആ ചോദ്യം എത്രയോ ചങ്കക്കൊള്ളുന്ന ചോദ്യം. പല പ്രാവശ്യം വായിച്ച് നമുക്കതിന്റെ ചൂട് പോയി കാണും. ആ ചോദിക്കുന്ന ആളുടെ ഇമോഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ ചോദിക്കുന്ന ആളുടെ കണ്ണ് നനയുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചോദിക്കുന്ന ആളുടെ തൊണ്ട ഇടറുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം, ചിരിക്കാനല്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് അങ്ങനെ ഒരു ചോദ്യം ഈ അടുത്ത കാലത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? മിണ്ടാൻ തന്നെ നേരെയല്ല പിന്നെ ഇതൊക്കെ ചോദിക്കുന്നത്. വല്ലതും കഴിക്കാനുണ്ടോ എടുക്കുക, കഴിക്കുക, കിടക്കുക എന്നല്ലാതെ എവിടെ വർത്താനം പറയുന്നത്? ഇതെന്തൊരു ഹൃദയസ്പർശിയായ വാക്കാന്നറിയാമോ? നീ ഇവയിൽ അധികമായി എന്നെ ഇതൊന്ന് അറിയണമെന്ന് യേശുവിന് ആഗ്രഹമുണ്ടല്ലേ? ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നില്ലെന്നാണോ നമ്മൾ ധരിച്ചിരിക്കുന്നത്? ചോദ്യം നമ്മളോടൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നില്ല. ഓരോരുത്തരുടെയും വായിൽ നിന്ന് ഇതൊന്ന് കേൾക്കണമെന്നുണ്ട്. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് തന്നതിനേക്കാൾ അധികം, നീ എനിക്ക് തന്നിട്ടുള്ള എല്ലാത്തിനേക്കാൾ അധികം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ, നമ്മുടെ വാഗൊണ്ടെന്ന് കേൾക്കാൻ കർത്താവിന് കൊതിയ. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ പറയിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ലായിരിക്കും. അത് ഞാൻ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ചങ്ക് തുളയ്ക്കുന്ന ഒരു ചോദ്യമാണ് ആ ചോദിച്ചത്. ചോദ്യം ശരിക്കും മനസ്സിലായപ്പോൾ പത്രോസ് പൊട്ടിക്കരയായി. നമ്മുടെ വിഷയമായിട്ട് നിങ്ങളുടെ ബന്ധം എന്നാണെന്നറിയാമോ? ഇതറിഞ്ഞിട്ട് വേണം എന്റെ സഭ നിന്നെ ഏൽപ്പിക്കാൻ. ഇത് ഓർഡിനേഷനാണ്, പീറ്ററിന്റെ ഓർഡിനേഷനാണ്. യോഹന്നാൻ 21. ചർച്ച് മിനിസ്ട്രി ഇതിനെ ഏൽപ്പിക്കാം, പക്ഷെ നീ ഒരു 5 ലക്ഷം രൂപ കെട്ടിവെക്കണം എന്നല്ല പറഞ്ഞത്. ചർച്ച് മിനിസ്ട്രി തന്നെ ഏൽപ്പിക്കാം, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റ് തന്നെ ഒന്നുകൊണ്ട് കാണിക്കണം, അതും പറഞ്ഞില്ല. ലോകത്തിൽ എവിടെ ജോലിക്ക് പോയാലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കും, അതും ചോദിച്ചില്ല. ഒറ്റ കാര്യം എഴുതണ്ട, വാഗൊണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്റെ കണ്ണിൽ നോക്കിയിട്ട് ഒറ്റ കാര്യം എന്റെ കണ്ണിൽ നോക്കി നീ പറഞ്ഞാൽ മതി. ഈ കാണുന്ന എല്ലാറ്റിനും അധികം യേശുവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഇത്രയും നിന്റെ വായിൽ നിന്ന് വീണാൽ ഞാൻ എന്റെ ചോര കൊടുത്തു മേടിച്ച സഭ നിന്റെയിലോട്ട് തന്നേക്കാം. ഇത് കളിയല്ലെന്ന് മനസ്സിലാകുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാവരും വേലക്കിറങ്ങാൻ നിർബന്ധിക്കുന്ന ആളാ. ഞാൻ ഇന്നത്തെ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ പറയാം, മറ്റേതെങ്കിലും ഒരു ജോലിക്ക് പോക്കോ കേട്ടോ, മറ്റേതെങ്കിലും ഒരു ജോലിക്ക് പോക്കോ. ഇതിന്റെ സീരിയസ്നെസ് അറിയാതെ ഈ ജോലിക്ക് പോകരുത്. വളരെ കളിയായിട്ടാണോ ഇതിനെ കാണുന്നത്? സഭാ ശുശ്രൂഷ ഉഴപ്പിച്ച് ചെയ്യുന്നവർ കാണോ? അതെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ബൈബിളിന്റെ സ്റ്റാൻഡേർഡ് പറയുക. ഒരു ശനിയാഴ്ച രാത്രി ഒരു പാസ്റ്റർ വില കൂടിയ ബെഡിൽ നിന്ന് ഇറങ്ങി തറയിൽ കിടന്ന് നിലവിളിക്കുക. അയാളുടെ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി? അയാൾ പറഞ്ഞു, ദൈവം എന്നെ ഏൽപ്പിച്ച ജനത്തെക്കുറിച്ചുള്ള ഭാരം നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല. ഇത് വളരെ വലിയൊരു ജോലിയാണ്. കഴിവുകളുള്ളവർ പലരും കാണും, കഴിവുള്ള പലരും കാണും. ഞാൻ ഈ മോശയുടെ ദൈവവിളിയെ കുറിച്ച് ചിന്തിച്ചപ്പോഴേ, മോശ പറയുക, കർത്താവേ, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല. ഞാൻ എൻ്റെ നാവിനൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാ തടിച്ച നാവ. അപ്പുറത്ത് ഒരു ഉള്ളി നിൽപ്പുണ്ട്, നല്ല നാവുള്ളത് അഹരോ. പിന്നെ ആവശ്യത്തിൽ അധികം നീളമുള്ള നാക്കുള്ള ഒരു പുള്ളിക്കാരത്തിൽ നിൽപ്പുണ്ട്, മിരിയ. ഇവരെ എന്താ വിളിക്കാത്തെ? തടിച്ച നാവുള്ള നിന്നെ തന്നെ വിളിച്ചതെന്താ? ദൈവത്തിന് നിന്റെ കഴിവല്ല വേണ്ടത്, ദൈവത്തിന് നിന്റെ സമർപ്പണമാണ് വേണ്ടത്.
അങ്ങനെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് മാറിയ ഇവനെ നിർബന്ധിച്ചേൽപ്പിച്ചു. ഓക്കെ, ഇവനെതിരെ വിമർശനം വന്നപ്പോ ആക്ഷൻ എടുക്കാതെ പറ്റുമോ? കാരണം ഈ എഗ്രിമെന്റിൽ മോശയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചത് എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അവനെതിരെ വാക്ക് പറഞ്ഞാൽ അന്ന് ആക്ഷനാ. ഇതൊന്നും അറിയാതെ കളിച്ച് പിള്ളേരെ അടിമേടിക്കരുത്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിന്നെ ഞാൻ എന്റെ ചർച്ച ചെയ്യിപ്പിക്കാം. പഠിച്ച സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇനി 1-2 കൂടെ കിട്ടുമെങ്കിൽ മേടിച്ചു. പക്ഷേ ശുശ്രൂഷ ഏൽപ്പിക്കുന്ന അതൊന്നും നോക്കിയിട്ടല്ല. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ക്രിസ്തീയ ശുശ്രൂഷയുടെ ഏക യോഗ്യത എന്നാണെന്നറിയോ? കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹമാണ്. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടല്ലെങ്കിൽ ഉദ്യോഗം ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും വായിക്കാവോ? അതിന് ശീമോൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവനോട് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. വായിച്ചു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്കുക എന്ന് അവനോട് പറഞ്ഞു. എനിക്ക് വലിയ ആടുകളുമുണ്ട്, കുഞ്ഞാടുകളുമുണ്ട്. അതിന്റെ പ്രായവും അതിന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി നീ അതിനെ മേയിക്കണം, നീ അതിനെ പാലിക്കണം. അത് നിന്നെ ഏൽപ്പിക്കാൻ പോവുക. കുഞ്ഞാടുകളെ ചിലപ്പോൾ ഭുജത്തിലെടുത്ത് മാറുടത്തിൽ ചേർത്ത് പോകേണ്ടി വരും. പ്രായമുള്ള ആടുകളെ പതുക്കെ നടത്തേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നീ ഓവർ സ്പീഡ് എടുക്കരുത്. ചില സമയത്ത് നീ സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും. എൻ്റെ ആടിനെ കൊല്ലരുത്, എൻ്റെ ആടിനെ തകർക്കരുത്, എൻ്റെ ആടിനെ പിരാകരുത്, എൻ്റെ ആടിനെ വിഷമിപ്പിക്കരുത്. ഞാൻ രക്തം കൊടുത്തതാണ് അതിന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആളുകളുടെ പേര് വിട്ടേരെ. ചർച്ചിലിരിക്കുന്ന ആളുകളുടെ പേരൊക്കെ സഭാ രജിസ്റ്ററിലുണ്ട്. പക്ഷെ കർത്താവ് രക്തത്താൽ സമ്പാദിച്ച സഭയാണ്. സ്വഭാവ ദോഷങ്ങളൊക്കെ കാണുമായിരിക്കും. നീ അതിനെ, കുഞ്ഞാടിനെയും പാലിക്കണം, വലിയ ആടിനെയും പാലിക്കണം. മേയിക്കുകയും ചെയ്യണം, പാലിക്കുകയും ചെയ്യണം. ഓരോ വാക്കിനും ഓരോ അർത്ഥമാണ്. മേയിക്കുന്നത് ഫീഡിങ് ആണെങ്കിൽ പാലിക്കുക എന്നുള്ളത് വളർത്തലാണ്, സൂക്ഷിക്കലാണ്. നീ എൻ്റെ ആടിനെ സൂക്ഷിക്കണം, നീ എൻ്റെ ആടിനെ ഫീഡ് ചെയ്യണം, ഭക്ഷണം കൊടുക്കണം. തീർന്നില്ല. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. 3 പ്രാവശ്യം ഒരേ ചോദ്യം വന്നപ്പോഴത്തേനും ഈ പുള്ളിക്കാരന്റെ പിടിവിട്ടുപോയി, കരഞ്ഞു. ചില ദൈവദാസന്മാർ പറയുന്നത്, ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് 3 പ്രാവശ്യം പറഞ്ഞത് ഇവിടെ തിരുത്തുകാമ. എന്തെങ്കിലും ആവട്ടെ, തള്ളിപ്പറഞ്ഞവരോട് മാത്രമല്ല, തള്ളിപ്പറയാത്തവരോടും ഇതേ ചോദ്യം ചോദിക്കുക. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇതിനേക്കാളെല്ലാം അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എങ്കിലേ നിനക്ക് എൻ്റെ ആടുകളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, നിനക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. 15-ാം വാക്യത്തിൽ മറ്റൊരു സംഭവം കിടപ്പുണ്ട്. യേശു ഇത് ചോദിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ്. അവർ പ്രാതൽ കഴിച്ച ശേഷം കഴിക്കുന്നവരെ ഇത് ചോദിച്ചില്ല. എന്ത് നല്ല യേശു, എന്ത് നല്ല കർത്താവ്. നമ്മുടെ വിശപ്പൊക്കെ ഒന്ന് മാറി, നമ്മുടെ ഭൗതിക കാര്യമൊക്കെ ഒന്ന് സാധിക്കുന്ന വരെ വലിയ ചോദ്യമൊന്നും കർത്താവ് ചോദിക്കുകയല്ല. കാരണം നമ്മൾ ഭൗതികത്തിനാണല്ലോ മുൻതൂക്കം കൊടുക്കുന്നത്.
നമുക്ക് നമ്മുടെ വിശപ്പാണല്ലോ പ്രധാനം, അല്ലേ? ഭൗതിക കാര്യം നടത്താനല്ലേ യേശുവിനെ വിളിക്കുന്നത്, അല്ലാതെ എന്തിനാ? അതുകൊണ്ട് വിശപ്പ് മാറട്ടെ. വിശപ്പ് മാറാനല്ലേ രാത്രി മുഴുവൻ പോയത്, ഒന്നും കിട്ടിയില്ല. എന്തെല്ലാം ലെസൺ അതിനകത്തുണ്ടെന്ന് അറിയാം. നിന്റെ വിശപ്പ് മാറ്റാൻ നീ നോക്കി പറ്റിയില്ല, എന്നാ ഞാൻ മാറ്റാം. മാറിക്കഴിയുമ്പോഴെങ്കിലും എന്റെ ചോദ്യത്തിനൊരു ഉത്തരം പറയണം. നിന്റെ വിശപ്പ് മാറിക്കഴിയുമ്പോഴെങ്കിലും, നിന്റെ ആവശ്യങ്ങൾ മുഴുവൻ ഞാൻ നടത്തിത്തരാം, അത് കഴിയുമ്പോഴെങ്കിലും എന്റെ ചോദ്യത്തിന് നീ ഒരു ഉത്തരം പറയണം. ഇതിനേക്കാൾ അധികം കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയണം. ജീസസ്. ഇതാണ് ഒരു സഭാ ശുശ്രൂഷകന്റെ യോഗ്യത. ഒരു ലയൺസ് ക്ലബ്ബ് പോലെയോ ഒരു മറ്റു പരിപാടി പോലെയോ നടത്തിക്കൊണ്ടു പോകാവുന്നതല്ല ദൈവത്തിന്റെ സഭ. ഇവിടെ മന്ത്രിമാർ കാണുമായിരിക്കും, കലക്ടർമാർ കാണുമായിരിക്കും, പോലീസ് ഓഫീസേഴ്സ് കാണുമായിരിക്കും, ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ കാണും. പക്ഷെ അവരെല്ലാം കർത്താവിന്റെ ആട്ടിൻകൂട്ടത്തിലെ കുഞ്ഞാടുകളാണ്. ആത്മീയ വിഷയത്തിൽ അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അവർക്ക് പല വിഷയങ്ങളിൽ അറിവുണ്ടെങ്കിലും ആത്മീയ വിഷയത്തിൽ അവർ ശിശുക്കളാണ്. ആത്മീയ വിഷയത്തിൽ അവർ അജ്ഞരാണ്. നിന്റെ ഒരു വാക്കായിരിക്കും അവരുടെ ഇരുട്ട് മാറ്റുന്നത്. നിന്റെ ഒരു പ്രയറായിരിക്കും അവരുടെ മുഖം ഒടിക്കുന്നത്. നീ പറയുന്ന ഒരു ദൂതായിരിക്കും അവരുടെ ചെങ്കടലിനെ വറ്റിക്കുന്നത്. ജീസസ്. ഒരുപാട് വലിയ വലിയ ആളുകൾ, ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട്. പക്ഷെ ചർച്ചിൽ ദൈവം തന്നെ ആക്കുന്നത് അതിനേക്കാളെല്ലാം വലിയ സ്ഥാനത്താണ്, അതിനേക്കാളെല്ലാം വലിയ ജോലിയിലാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാനൊരു ഡോക്ടറെ കാണാൻ അടൂര് പോയി. അദ്ദേഹം ഒരു വിശ്വാസിയാണെന്നും ചില കാര്യങ്ങളിൽ അദ്ദേഹം സ്പെഷ്യലിസ്റ്റ് ആണെന്നും എന്നോടൊരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാൻ പോയതാണ്. അദ്ദേഹത്തെ പറ്റി ഇദ്ദേഹം പറഞ്ഞുള്ള അറിവ് വെച്ച് വലിയ മനുഷ്യനാണ്, ഒരുപാട് അവാർഡുകളുള്ള ഒരു ഡോക്ടറാണ്. ഞാൻ കാത്തുനിന്ന് അദ്ദേഹത്തിന്റെ മുറി തുറന്ന് കയറിയപ്പോ അദ്ദേഹം ഇരുന്ന കസേരന്ന് ചാടി എഴുന്നേറ്റു. അദ്ദേഹം ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാനൊന്ന് കാണാൻ എത്ര കാലമായി കാത്തിരിക്കുക. ഞാൻ ഈ കൺവെൻഷനിലൊക്കെ അല്ലേ കേൾക്കുന്നുള്ളൂ, നേരിട്ടൊന്ന് കാണാൻ ഞങ്ങൾ കൊതിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിന്റെ കാര്യം പറഞ്ഞു തരാൻ അദ്ദേഹത്തിന് അറിയാം, പക്ഷെ ആത്മാവിന്റെ കാര്യം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ പകുതി പേര് പാസ്റ്റർമാരല്ലെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മുടെ വിഷയത്തിൽ കൂടി അത് വരിക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റർമാരെ കുറച്ചുകൂടെ കെയർ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് സുഗമമായി ശുശ്രൂഷിക്കാവുന്ന അന്തരീക്ഷം കൊടുക്കണം. ശുശ്രൂഷയിൽ നിൽക്കുന്നവർ അതിന്റെ ഗൗരവം ഒന്നുകൂടെ മനസ്സിലാക്കണം. വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ ചെയ്യേണ്ടതാണ്. രണ്ട് കാര്യമേ പറഞ്ഞുള്ളൂ. ഒന്ന്, തനിയെ തിന്നാൻ കഴിയാത്ത ജീവി. രണ്ട്, തനിയെ നടക്കാൻ കഴിയാത്ത ജീവി. മൂന്ന്, തനിയെ നിൽക്കാൻ പറ്റാത്ത ജീവി. അതെന്തുവാ? അത് മൂന്ന് കാര്യങ്ങൾ, ABC. പ്രതിയോഗിയെ അറിയില്ല, തന്ത്രം അറിയില്ല, ആരോഗ്യം ഇല്ല. പ്രതിയോഗി അറിയില്ല, തന്ത്രം അറിയില്ല, ആരോഗ്യമില്ല. ആരോഗ്യമില്ലെന്ന് പറഞ്ഞാൽ എന്താ? ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായ എന്ന് പഴയ നിയമത്തിൽ വായിക്കുന്നു. നമ്മുടെ എതിരാളി, നമ്മുടെ പ്രതിയോഗി എന്ന് പറയുന്ന കക്ഷി എത്ര വർഷം സീനിയോറിറ്റി ഉള്ള ആളാണെന്നറിയാം. നമ്മുടെ പ്രതിയോഗി എന്തോ ഒരു സീനിയോറിറ്റി ഉള്ള ആളാ. എത്രയോ പേരെ വീഴ്ചതാ. നമ്മൾ ഈ കാണിക്കുന്ന ഉണർവും കയ്യടിയും ഒക്കെ കാണുമ്പോൾ അവൻ ചിരിക്കുക. കാരണം ഇതിനേക്കാളും അടിച്ച പുള്ളികളെ ഞാൻ തകർന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
നമ്മൾ കാണിക്കുന്നതിൽ പകുതി ആവേശമല്ലേ, അല്ലാതെ ആഴയില്ലല്ലോ. അപ്പൊ സാധാരണ ഇതൊക്കെ കാണുമ്പോൾ പുച്ഛമായി. ഇതിലുണ്ടെന്ന് കാര്യമില്ല മക്കളെ. ഞാൻ വെച്ചിട്ടുണ്ട് പണി, ഇത് കഴിയട്ടെ. നീ ഇവിടുന്ന് പുറത്തു വരുമല്ലോ, നീ ഹോളിൽ തന്നെ അല്ലല്ലോ എപ്പോഴും. പ്രൈസ് ദി ലോർഡ്. പ്രതിയോഗിയെ അറിയില്ല. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. നിങ്ങൾക്കൊരു പ്രതിയോഗിയുണ്ട്. അത് ഈ കാണുന്ന മനുഷ്യരാരുമല്ല. ഇതെല്ലാം അറിയാമെങ്കിലും മനുഷ്യരോടാണ് വഴക്ക്. പിന്നെ സാത്താനോട് ഞാൻ 2 ദിവസമായിട്ട് പിണങ്ങിയിരിക്കുക. ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്നാ വീട്ടുകാരുമായിട്ട് മിക്കവാറും പിണങ്ങണില്ലേ? സൗരന്മാരുമായിട്ടൊക്കെ പിണങ്ങിയിട്ട് മുഖമൊക്കെ വല്ലാണ്ടാകുന്നത് പിശാചുമായിട്ട് പിണങ്ങിയിട്ടല്ല, മനുഷ്യരുമായിട്ടുള്ള പിണക്കാണ്. പ്രതിയോഗിയെ അറിയില്ല. ഇവരെല്ലാം നിഷ്കളങ്കരും നിരപരാധികളുമാണ്. മറ്റവനാണ് ഇതിന്റെ പുറകെ കളിക്കുന്നത്. നിന്നെ അവനെ കൂടെ തെന്നിച്ചത് പിശാച. ഭിന്നതയുടെ വിത്ത് വിതച്ചത് പിശാച. തെറ്റിദ്ധാരണയുടെ വിത്ത് കൊണ്ടുവന്ന് ഇട്ടേച്ചു പോയത് പിശാച. പ്രതിയോഗി അറിയത്തില്ല, വെറുതെ വഴക്കുണ്ടാക്കുക. തന്ത്രം അറിയത്തില്ല, തന്ത്രം. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്നുള്ള ആ വാക്യം വായിക്കുമ്പോഴെല്ലാം എനിക്ക് സങ്കടം. പൗലോസിന്റെ കാര്യമാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാത്തവരാകരുതെന്നാ അതിന്റെ അർത്ഥം. ഒരു ഇച്ചിരി പോസിറ്റീവ് സ്ട്രോക്കാണ് ആ കൊടുത്തത്. നമ്മൾ പിള്ളേരുടെ തോളെ തട്ടിയിട്ട് പറയല്ലേ, മോൻ മിടുക്കനാകാൻ വേണ്ടിയായി പറയുന്നത്. കുരുത്തക്കേട് കാണിക്കുമ്പോഴാണ് നമ്മളിത് പറയുന്നത്. പൗലോസ് പറയാ, കൊരിന്ത് സഭയില് പിശാച് വെച്ച മരുന്ന് മുഴുവൻ ഇവരും എടുത്തു. പിടികിട്ടിയോ? പിശാച് കൊണ്ടുവന്നിട്ട സകല സാധനത്തിനകത്ത് ഇവര് വീണു. സകലത്തിനകത്ത് ഇവര് വീണു. പിശാച് അന്നേരം അറിഞ്ഞിട്ടില്ല. ഇവര് കോടതി കയറി ഇറങ്ങുക കൊരിന്തിലെ വിശ്വാസികൾ. പുറകിലാരാ? പിശാച്. അപ്പൊ ആ സമയത്ത് എഴുതുക പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങള് ഒന്നും അറിയാമല്ലോ അവർക്ക്. പിശാചിന്റെ തന്ത്രം അവർക്ക് അറിയാമായിരുന്നെങ്കിൽ ഇത്രയും വിഷയം വരുമോ? നിങ്ങളുടെ ഇടയിൽ കാര്യം പറഞ്ഞു തീർക്കാൻ കഴിവുള്ള ഒരാളില്ലെന്ന് ചോദിക്കുന്നില്ലേ? സ്തുതിക്കുന്നു. അപ്പൊ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾക്ക് അറിയില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അറിയാമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഇവിടെ വരുമോ? പ്രൈസ് ദി ലോർഡ്. പ്രതിയോഗി അറിയില്ല, തന്ത്രം അറിയില്ല. 3, ആരോഗ്യമില്ല. സാത്താനോട് എതിർത്ത് നിൽക്കാനൊന്നും മനുഷ്യന്റെ ബലം കൊണ്ടൊന്നും കഴിയത്തില്ല. മനുഷ്യന്റെ ബലം കൊണ്ട് കഴിയത്തില്ല. ദൈവവചനത്താൽ അകത്ത് ലഭിക്കുന്ന ബലം കൊണ്ടാണ് സാത്താനെ എതിർക്കുന്നത്. യാക്കോബ് പറയുന്നു, ദൈവത്തോട് അടുത്തില്ലേ, എന്നാൽ അടുത്ത് എന്നാന്നറിയാവോ? സാത്താനോട് എതിർത്ത് നിർത്തി, എന്നാൽ അവൻ നിങ്ങളെ വിട്ട്. അപ്പൊ സാത്താനോട് എതിർക്കുന്നതിന് മുമ്പ് എങ്ങോട്ട് അടുക്കണം? ദൈവത്തോട് അടുക്കണം. ദൈവത്തിന്റെ വചനത്താലുള്ള ബോധ്യമാണ് നമ്മുടെ ബലം. ദൈവത്തിന്റെ വചനത്താലുള്ള ബോധ്യമാണ് നമ്മുടെ ബലം. ജീസസ്. ഈ കാരണങ്ങളാൽ ഇടയ ശുശ്രൂഷ അത്യാവശ്യമാണ്. സാത്താന്യ ആക്രമണങ്ങളിലും തന്ത്രങ്ങളിലും ആൾമാറാട്ട കളികളിലും ജനങ്ങളകപ്പെട്ട തകരാതിരിപ്പാൻ ഇടയന്റെ സാന്നിധ്യം അവർക്ക് ആവശ്യമാണ്. ഭാര്യയും ഭർത്താവും അമ്മായിയപ്പനും അമ്മായിയമ്മയും കൂട്ടയടിയ പുറകിൽ പിശാചാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിലിംഗ് നടത്തി പ്രാർത്ഥിച്ച് ആ കെട്ടുപൊട്ടിക്കേണ്ടത് ശുശ്രൂഷകരാണ്. ഇടയന്റെ ശുശ്രൂഷ പുൾപിറ്റേലല്ല, പുൾപിറ്റേൽ മാത്രമല്ല. ഇടയന്റെ ശുശ്രൂഷ പുൾപിറ്റേൽ മാത്രമല്ല. പൗലോസ് പറയുന്നു, വീട് തോറും ഓരോരുത്തരോട്
കണ്ണുനീരോടെ ബുദ്ധി പറഞ്ഞത് നിങ്ങൾ മറക്കരുത്. ഓരോരുത്തർക്ക് വേണ്ടി കൊടുക്കാൻ പൗലോസിന് സമയമുണ്ടാക്കി. കണ്ണുനീരോടെയായിരുന്നു അദ്ദേഹം കൗൺസിൽ ചെയ്തത്. കണ്ണുനീരോടെ, ആത്മാർത്ഥതയല്ലേ കാണിക്കുന്നത്. പിശാചിനാൽ കുടുങ്ങിയിരിക്കുന്ന ജനത്തെ ശപിച്ച് തള്ളിക്കളയാതെ, വഴക്ക് പറയാതെ, വേദനിപ്പിക്കാതെ അവരെ പൊക്കിയെടുത്തു കൊണ്ടുവരേണ്ട ജോലിയാ ഒരു ശുശ്രൂഷകനെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഒരു പാസ്റ്റർ? 3 കാര്യമാണ്. അവർക്ക് തനിയെ തിന്നാൻ പറ്റത്തില്ല, തനിയെ നടക്കാൻ പറ്റത്തില്ല, തനിയെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ഇടയന്റെ സഹായം എല്ലാ കാലത്തും ആടിന് ആവശ്യം ഉണ്ട്. കണ്ണുകളടയ്ക്കാം.